നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിൻ്റെ ചില പ്രസ്താവനകൾ, അദ്ദേഹം യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ ചില പരാമർശങ്ങൾ വലിയ തരത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. വലിയ വിമർശന വിധേയമായാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളെ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എറണാകുളത്ത് പണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പറമ്പിൽ ധാരാളം പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ പണിക്കാർ വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നു. അപ്പോൾ പറമ്പിൽ തന്നെ ഒരു കുഴി കുത്തി ആ കുഴിക്കുള്ളിൽ ഇലയിട്ട് അതിൽ കഞ്ഞി വിളമ്പി കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് കണ്ട് തനിക്ക് വലിയ കൊതി തോന്നുമായിരുന്നു എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. അപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞ കാര്യം വലിയ അഭിമാനത്തോടെ, വലിയ സന്തോഷത്തോടെ, നമ്മൾ ഈ ഓണത്തെക്കുറിച്ചൊക്കെ ഗതകാല സ്മരണ ആയി വെറുക്കുമല്ലോ, ആ ഒരു മൂഡിലാണ് പുള്ളി അത് പറയുന്നതെന്നുള്ളതാണ്. അതായത് കേരളത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് അത്രയും അന്തസ്സും ഉള്ള, അല്ലെങ്കിൽ അഭിമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ കുഴി കുത്തി മനുഷ്യന് ഭക്ഷണം കൊടുത്തു എന്നുള്ളതൊക്കെ. അപ്പോൾ എത്രത്തോളം മനുഷ്യവിരുദ്ധമായ കാര്യമാണ് ഇത്രയും അഭിമാനത്തോടെ ഇരുന്ന് പറയുന്നത് എന്നുള്ള ഒരു ബോധ്യം കൃഷ്ണകുമാറിന് ഇത്രയും കാലമായിട്ട് ഈ നാട്ടിൽ ജീവിച്ചിട്ട് വരാത്ത എന്തുകൊണ്ടാണ്? രേഷ്മ, ഞാൻ ഇതിൽ ഒന്നാമത് കുറച്ച് കൺഫ്യൂസ്ഡാണ് ഇതിൽ കമൻറ്റ് ചെയ്യുന്നതിൽ. ഒന്നാമത്തെ പ്രശ്നം, ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആൾ 1968 ജനിച്ച ആളാണ്. അപ്പോൾ 1968 ജനിച്ച ആൾ ഒരാളുടെ ഓർമ്മയുള്ള സമയം ഒരു 72 വേണ്ടേ അല്ലേ? 72 പോരാ, ഒരു 73, 74 ഒരു 5 വയസ്സിലൊക്കെ അല്ലേ അത്രയൊക്കെ ഓർമ്മ ഉണ്ടാകും അല്ലേ? 4 വയസ്സൊക്കെ കണ്ട് കൊതി വരികയും വീട്ടിൽ പോയി കഴിക്കുകയും കുറച്ചുകൂടെ ആവണം. കൊതി വരുമ്പോഴേ ഒരു വാക്ക് പറയണ്ടേ, എൻ്റെ വീട്ടിൽ വേറെ ഇഷ്ടംപോലെ ഭക്ഷണം ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇവർക്ക് കഞ്ഞി കൊടുക്കും. അപ്പോൾ 70കളുടെ ആദ്യപാദം അല്ലേ, ആ കാലത്ത് കേരളത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നോ എനിക്ക് തോന്നുന്നില്ല. അതൊരു നുണയാകാനാണ് സാധ്യത. അപ്പോൾ പിന്നെ എന്തിനാണ് അങ്ങനെ ഈ നുണ പറയുന്നത് എന്നുള്ളതാണ്. ഈ ഒരു മോശം കാര്യം കണ്ടു എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതായിരിക്കാം, ഞങ്ങൾ ആഢ്യന്മാരായിരുന്നു. അതായത് ഞങ്ങൾ ഇഷ്ടംപോലെ പണിക്കാരുണ്ടായിരുന്നു, അവർക്ക് പിന്നെ ഇങ്ങനെ കുഴിയിൽ ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. ആ ഭക്ഷണം കൊടുക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ വേറെ ഭക്ഷണം ഉണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനൊരു ആദ്യ തറവാട്ടിൽ നിന്ന് വരുന്ന ആളാണ് എന്നൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ ആകാമല്ലോ. ഒരു വേറെ പ്രശ്നമുണ്ട് വെച്ചാൽ ബി ജെ പിയിൽ ഇപ്പം മണ്ടത്തരം പറയുന്ന ആളുകളൊക്കെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻറ്റ്, സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇദ്ദേഹം വന്നിട്ട് കുറച്ചായി, കഴിഞ്ഞ ആഴ്ചയാണ് ഒരു വൈസ് പ്രസിഡൻറ്റ് വന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പദവികൾ കിട്ടും. കൂടുതൽ മൂപ്പര നേരത്തെ ഒരു പരിപാടിയിൽ നിലത്തിൽ കസേരയിലിരുത്തി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓർമ്മയുണ്ട് അത്? പ്രധാനമന്ത്രി അമിത്ഷാ ആരോ വന്നപ്പോൾ ആ പരിപാടിയിൽ സ്റ്റേജിലിരുത്താതെ കസേരയിലിരുത്തി എന്ന് പറഞ്ഞിട്ട് വേദിയിൽ സ്ഥലം കൊടുത്തില്ല. വേദിയിൽ സ്ഥലം കൊടുത്തില്ല എന്നുള്ളതിനൊരു ബഹളം ഉണ്ടാക്കിയ ആളാണ് ഈ കുഴിയിൽ ഭക്ഷണം കൊടുത്തതിൻ്റെ ഇത് പറയാം. അതും കൂടെ നോക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ ജാതി മണ്ടത്തരം പറഞ്ഞാൽ BJPയിൽ ഒരു സ്ഥാനക്കയറ്റം ലഭിക്കും എന്ന് അദ്ദേഹം വിചാരിക്കുന്നതാണോ? ഒരു പക്ഷേ അതാകാം. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയുന്നു. കുറച്ച് മുമ്പ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു, പോസ്റ്റർ, ഈഞ്ചക്കൽ പാലം യാഥാർത്ഥ്യം, ഈഞ്ചക്കൽ പാലം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച KKGക്ക് അഭിവാദ്യങ്ങൾ. അപ്പോൾ അതേക്കുറിച്ച് അറിവുള്ളവർ പറയുന്നത് അത് ഈ സംഘി സൈബർ ടീം തന്നെയാണ് ഫ്ലക്സ് വെപ്പിച്ചതും അവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഓടിച്ചതെന്നാണ്. കാരണം നെഗറ്റീവ് പബ്ലിസിറ്റി ഈസ് ടു എ പബ്ലിസിറ്റി എന്നുള്ളതാണ്. KKGയെ പരിചയപ്പെടുത്തുക, ഫെമിലിയർ ആക്കുക, അതാണ്. KKG പോസ്റ്റർ പിന്നെ ഒരുപാട് സ്ഥലത്ത് കണ്ടിരുന്നു. KKG പോസ്റ്റർ ആ കോട്ടക്കകത്തൊക്കെ, അവിടെ KK കോട്ടയിലൊക്കെ നിറയെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പഗാൻഡ ഉണ്ടല്ലോ, നെഗറ്റീവ്, ഇതിനെക്കുറിച്ച് ചർച്ച വരുമെന്നൊക്കെ പുള്ളി വിചാരിച്ച് അങ്ങനെയുള്ള ഇതിനു വേണ്ടിയിട്ടൊരു പ്രചാരണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ അതുമാകാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കുഴിയിൽ വീണിരിക്കുകയാണ്. നമ്മൾ ആ കുഴിയിൽ വീണ മഹാസാധുക്കളാകുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു ജാതി എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളൊരുപാട് KR നാരായണൻ്റെ കഥ, കേരളം കണ്ടിട്ടുള്ള ഈ പറയുന്ന ജാതി അടിച്ചമർത്തപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടൊരു ഗംഭീരമായിട്ടുള്ള അക്കാഡമിക്സിലും പൊളിറ്റിക്സിലും ഗംഭീരമായി പെർഫോം ചെയ്തൊരു മഹാമനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കഥകളിൽ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ AEO വന്നപ്പോൾ സാറ് ചോദിച്ചു, ഓരോ കുട്ടിയോട് എന്താകാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുന്നു. KR നാരായണൻ എന്താ മറുപടി പറയുന്നറിയോ? ബാബുവിൻ്റെ വീട്ടിലെ പട്ടിയാകണം.
ബാബു എന്ന് പറഞ്ഞാൽ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കേരനാരൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആൾ. അപ്പോൾ ഒരു ദിവസം ടെറസ് വീട് കണ്ടിട്ടില്ല, ബാബുവിൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ബാബു പറയുന്നുണ്ട് ഇന്ന് വരണ്ട എന്ന് പറയും, ഇന്ന് അച്ഛനുണ്ട്, അച്ഛൻ ഇഷ്ടപ്പെടില്ല നീ വന്നാൽ. അപ്പോൾ അച്ഛനില്ലാത്തൊരു ദിവസം നോക്കി ബാബുവിൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ബാബുവിൻ്റെ വീട്ടിലെ കാഴ്ചകൾ കണ്ടിട്ട് അമ്പരക്കുന്നു. പക്ഷേ അവസാനം ഇറങ്ങി വരുമ്പോഴാണ് ആ വീട്ടിലെ പട്ടിക്കൂട് കാണുന്നത്. പട്ടിക്കൂട്, അതിൻ്റെ മനോഹാരിത, അതിലെ പട്ടി, ആ പട്ടിക്ക് വെച്ച് കൊടുത്തുള്ള ഭക്ഷണം, ആ ഭക്ഷണമാണ് കെ.ആർ. നാരായണൻ ആകർഷിച്ചത്. ഒരു ദിവസം പോലും വയറ് നിറയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കെ.ആർ. നാരായണൻ ആ പട്ടിക്കൂട്ടിലെ ഭക്ഷണവും ഭക്ഷണപാത്രങ്ങളും കണ്ടിട്ട് അന്താളിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് എയോട് പറയുന്നത് എന്താകണമെന്ന് ചോദിച്ചപ്പോൾ ബാബുവിൻ്റെ വീട്ടിലെ പട്ടിയാകണം. അപ്പോൾ ഈ ജാതി പീഡനങ്ങൾ അല്ലെങ്കിൽ ജാതിയുടെ വിവേചനം അനുഭവിച്ച് വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂതകാലം എന്ന് പറഞ്ഞാൽ അത് കുളിരല്ല, നടുക്കുന്ന ഓർമ്മകളാണ്. ആ നടുക്കുന്ന ഓർമ്മയാണ് മഹത്തായ കുളിരായിട്ട് നൊസ്റ്റാൾജിക് ഇതായിട്ട് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. അത് കേരളത്തിൽ അവതരിപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിൻ്റെ മനോഘടന ഞാൻ പറയാം. ഞാൻ ഈ ചർച്ച നടക്കുമ്പോൾ വന്നിട്ടുള്ള ഒരു കേരളത്തിലൊരു പത്രത്തിൽ, പാരമ്പര്യമുള്ളൊരു പത്രത്തിൽ മാട്രിമോണിയിൽ വന്നിട്ടുള്ള ഒരു മാട്രിമോണി ആഡാണ്. സ്വതന്ത്ര ചിന്താഗതിയുള്ള പിള്ള യുവാവ്. മനസ്സിലായില്ലേ? MBA കഴിഞ്ഞ ആളാണ് കേട്ടോ. സ്വതന്ത്ര ചിന്താഗതിയുള്ള പിള്ള യുവാവ്, 38 വയസ്സാണ്, MBA കഴിഞ്ഞിട്ടുണ്ട്. ചാരിറ്റി, യാത്ര, കൃഷി, സിനിമ എന്നിവയിലൊക്കെ തൽപരനാണ്. ഇപ്പോൾ ഓഹരി കച്ചവടം ഉണ്ട്, സ്വന്തമായി ഭൂമിയുണ്ട്. സമാന ചിന്താഗതിയുള്ള ലളിത ജീവിതം ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസമുള്ള യുവതികളിൽ നിന്നും ആലോചനകൾ ക്ഷണിക്കുന്നു. SC ST ഒഴികെ. യെസ്, മനസ്സിലായോ? അപ്പോൾ സ്വതന്ത്ര ചിന്താഗതിയുള്ള പിള്ള യുവാവിൻ്റെ സാമൂഹ്യ ബോധമാണിത്. ഇങ്ങനൊരു സാമൂഹ്യ ബോധമുള്ള ഒരു സംസ്ഥാനത്ത് ഇത് സെല്ല് ചെയ്യാൻ പറ്റുമെന്ന് കൃഷ്ണകുമാർ വിചാരിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വസ്തുത ആകാൻ സാധ്യതയില്ലാത്തൊരു കാര്യം അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നു. നിഷാദ്, ഈ അടുത്തിടെ പ്രൊഫസർ കുഞ്ഞാമൻ മരിച്ചപ്പോൾ ഇതേപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ഒരുപാട്, ആ സമയത്ത് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ഒരുപാട് പേര് പറഞ്ഞപ്പോൾ ഇതേപോലെ ഈ കുഴിയിൽ കഞ്ഞി കുടിക്കുന്ന കാര്യമൊക്കെ അദ്ദേഹം എത്രത്തോളം വിഷമത്തോടെയാണ് അല്ലെങ്കിൽ അതിൽ എത്രത്തോളം സങ്കടത്തോടെയാണ് ആ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അയ്യങ്കാളിയൊക്കെ ഇപ്പോഴാണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ കൃഷ്ണകുമാറിനെ മടൽ വെട്ടിയടിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല. കാരണം ഒന്ന് ആലോചിക്കൂ, ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെ പറയാൻ ആൾക്ക് എന്ത് ധൈര്യം തോന്നുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ദാവൂദ് സർ പറഞ്ഞു ഈ പ്രസ്താവന ഇപ്പോൾ നടത്തിയതിൻ്റെ പിന്നിൽ എന്താണ് എന്ന്, ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണോ എന്ന്. അപ്പോൾ അതിന് ഞാൻ ഒരു തിരുത്തൂടെ ഉണ്ട്. അദ്ദേഹം ഇതിപ്പോൾ പറഞ്ഞല്ലോ, 6 മാസം മുൻപ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പങ്കാളിയുടെ സിന്ധുവിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ, അവരെല്ലാവരും വീട്ടിൽ വ്ളോഗേഴ്സ് ആണല്ലോ, അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളിൽ പറഞ്ഞൊരു പ്രസ്താവനയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ധൈര്യം വരുന്നത്? ഒരു നാണക്കേട്, ഒരു ഉളുപ്പ് തോന്നില്ലേ? കൃഷ്ണകുമാർ അത് പറയുന്നത് അദ്ദേഹത്തിന് ഉളുപ്പ് തോന്നുന്നുണ്ടോ, നാണക്കേട് തോന്നുന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു ബോധമണ്ഡലത്തിൽ നമുക്ക് തോന്നുന്ന കാര്യമാണ്. സംഘപരിവാറിൻ്റെ വിഷനും അവർ അവതരിപ്പിക്കുന്ന പ്രോജക്റ്റ് എന്താണ്? ജാതിയില്ല, എല്ലാ ഹിന്ദുക്കളും ഒന്നാണ് എന്ന ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുന്ന സംഘമാണ് അവർ. അപ്പോൾ ആ സിദ്ധാന്തത്തിന് ഉപോത്ബലകമായിട്ട് എനിക്കങ്ങനെ യാതൊരു തരത്തിലുള്ള അകലവും ആരോടും ഉണ്ടായിരുന്നില്ല. കുഴി കുത്തി കഞ്ഞി കുടിക്കുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് അവരോട് അയിത്തം തോന്നിയിട്ടില്ല. അവർ കുഴി കുത്തി അതിൽ കഞ്ഞി ഒഴിച്ച് അതിലെല്ലാ കറികളും ഒഴിച്ച് കാണുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. എനിക്കതുപോലെ കഴിക്കാൻ തോന്നി. ഞാനും വീട്ടിൽ പോയി അതുപോലെ കഴിക്കുമായിരുന്നു. കാരണം എന്താണ്? എനിക്ക് അവരോടുള്ള സ്നേഹമാണ്. എന്ന് വെച്ചാൽ ഏറ്റവും അധകൃതരായി ജീവിക്കപ്പെട്ട മനുഷ്യരോട് പോലും എനിക്ക് സ്നേഹമുണ്ടായിരുന്നു എന്ന് കാണിക്കാൻ അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ ബുദ്ധിയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കൊടിയ അബദ്ധമാണ് ഇത്. പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? പറയാൻ ശ്രമിക്കുന്നത് എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്. ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് വരുന്ന ആൾക്കാരോടും അവിടുത്തെ ഏറ്റവും പറമ്പിൽ തൊടിയിൽ നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചവരോടൊക്കെ എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ പുതിയ കാലത്ത് അന്നത്തെ ആ അപരാധം ഞാൻ കണ്ടു തന്നിട്ടുണ്ട്, എനിക്കതിൽ ഇപ്പോൾ കുറ്റബോധവും വേദനയും തോന്നുന്നുണ്ട് എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ തലച്ചോറും പോകുന്നില്ല, നാവും പോകുന്നില്ല എന്നിടത്താണ് അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്ന പ്രതലം ഏതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിന് മുമ്പാണ് ഒരിക്കൽ സുരേഷ് ഗോപി അടുത്ത ജന്മം ജനിച്ചാൽ എനിക്കൊരു തന്ത്രിയായി ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഹിന്ദു സമുദായത്തിനകത്ത് താഴെത്തട്ടിലെ ജാതി മത വിഭാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ള പീഡനവും സാമൂഹികമായ ഭ്രഷ്ടും അനീതിയും എന്തുമാത്രം വലുതായിരുന്നു എന്ന് ഇവർക്ക് പിടികിട്ടുന്നേയില്ല. അതാണ് ഇവരുടെ പ്രശ്നം. എന്ന് വെച്ചാൽ ലോകം മുന്നോട്ട് ചിന്തിക്കുകയും നമ്മളെല്ലാവരും കൂടി മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നാലോചിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടി എങ്ങനെ പിന്നോട്ട് പോകാമെന്നതിനെക്കുറിച്ചാണ് സംഘപരിവാറിൻ്റെ ലീഡർഷിപ്പ് ചിന്തിക്കുന്നത്. അതിപ്പോൾ സുരേഷ് ഗോപി ആയാലും KKG ആയാലും ഇവരുടെ എല്ലാം ചിന്ത പഴയ ഭൂതകാലത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അവിടെയാണ് സകലത്തിൻ്റെയും ഏറ്റവും ഉത്കൃഷ്ടമായ സംഗതി കിടക്കുന്നതെന്ന്.
ഈ ജാതി വ്യവസ്ഥ എല്ലാം എടുത്തെറിയണമെന്നും ആർക്കും പ്രത്യേകമായ ഒരു പ്രാധാന്യമില്ലെന്നും ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യനും വേദം പഠിച്ചാൽ പൂജ ചെയ്യാൻ കഴിയണമെന്നുള്ള ഡിസ്കഷൻ കേരളം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത തവണ എനിക്കൊരു തന്ത്രിയാവണം, അതിനൊരു ബ്രാഹ്മണനാവണം, എന്നിട്ട് പോയി ഭഗവാനെ തൊടണം എന്ന് പറഞ്ഞ് മറ്റുള്ള ഒരാൾക്കും ഭഗവാനെ തൊടാനുള്ള അവകാശം എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഉണ്ടാവാൻ പോകുന്നില്ല എന്നൊരു തിയറിയാണ് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നത് അല്ലേ. വേറെ ആൾക്കും അല്ല, അടുത്ത തവണ അവർക്ക് ഈഴവനായി ജനിച്ച്, ഒരു നായരായി ജനിച്ച്, അതിൽ താഴെയുള്ള ദലിതനായി ജനിച്ച് എനിക്ക് പൂജ ചെയ്യാൻ കഴിയണം, ഭഗവാനെ തൊടാൻ കഴിയണം, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ അത് സാധ്യമാകണം, അതിനുള്ള രാഷ്ട്രീയ പ്രക്രിയയിലാണ് ഞങ്ങളുള്ളത് എന്നല്ല സുരേഷ് ഗോപി പറയുന്നത്. അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ബ്രാഹ്മണന് മാത്രമേ ദേവനെ തൊടാൻ പറ്റൂ, അതിനടുത്ത ജന്മെങ്കിലും എന്നെ ഒരു ബ്രാഹ്മണനാക്കൂ, എൻ്റെ കയ്യിൽ വേറെ ഓപ്ഷനൊന്നും ഇല്ല എന്ന് പറയാണ്. അപ്പോൾ ഈ ജാതി രാഷ്ട്രീയക്കാർ ഈ നാട്ടിൽ ഒരു സാമൂഹിക വിപ്ലവം കൊണ്ടുവരാൻ പറ്റുന്നില്ല. അവർ ഹിന്ദുക്കളിപ്പോൾ അവരെ ലീഡേഴ്സായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഹിന്ദുക്കളെ തട്ടായി തിരിച്ച് മാത്രം കാണാൻ പഠിച്ചിട്ടുള്ള, ജീവിതാന്ത്യം വരെ ലോകാന്ത്യം വരെ ഹിന്ദുക്കൾ തട്ടായി മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. അപ്പുറത്തിരുന്ന് കുഴി കുത്തി ഞാൻ കഞ്ഞി കൊടുക്കും, ആ കഞ്ഞി കുടിക്കുന്നത് കണ്ട് കൊതി വന്ന് ഞാൻ വീട്ടിനകത്ത് പോയി വേറെ കഴിക്കും. അവരുടെ കൂടെ ഇരുന്ന് കഴിക്കാനോ അവരെ കുഴിയിൽ നിന്ന് എഴുന്നേപ്പിച്ച് വീട്ടിൽ കൊണ്ടുവരാനോ ഞാൻ സന്നദ്ധനല്ല. അവർ കുഴിയിൽ തന്നെ കഴിച്ചോട്ടെ, ഞാൻ ഇപ്പുറത്തിരുന്ന് കാണും, കൊതി വന്നാൽ വീട്ടിൽ പോയി വേറെ ഓട്ടുകിണ്ടിയിൽ കഴിക്കും എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഡിവൈഡ് അവിടെ നിലനിൽക്കണം. ഡിവൈഡ് നിലനിർത്തിക്കൊണ്ട് വേണമെങ്കിൽ ഞങ്ങൾ സ്നേഹിക്കാം, അയ്യോ പാവങ്ങൾ അവിടെ ഇരുന്ന് കുഴിയിൽ കഞ്ഞി കുടിക്കും എന്ന് ആവാം, അല്ലെങ്കിൽ ഡിവൈഡ് നിലനിർത്തിക്കൊണ്ട് ഞാൻ തന്ത്രിയാവാം എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുന്നതിനെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ പിന്നോട്ട് കൊണ്ടുപോകാൻ ഇവരുടെ ടോട്ടൽ പ്രോജക്റ്റ് ഏതാണല്ലോ, ഏതോ പൂർവ്വകാലത്തിൽ കൊണ്ടുപോയി നമ്മളെ ബന്ധിക്കാനുള്ള വലിയ പരിശ്രമമാണ് ഇവർ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അനുരണനമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഒരു സംഘപരിവാർ നേതാവിൽ നമ്മളിതല്ലാതെ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കാനില്ല. അപ്പോൾ ഹിന്ദുക്കളുടെ ഏകത, ഹിന്ദുക്കളുടെ ഐക്യം, ഹിന്ദുക്കളുടെ പുരോഗമനം എന്നൊക്കെ പറഞ്ഞ് KKG-യിലും SG-യിലും ഒക്കെ പ്രതീക്ഷ വയ്ക്കുന്ന ആളുകൾ അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. മിസ്റ്റർ KKG, ഒന്നേ പറയാനുള്ളൂ, വില്ലുവണ്ടി സമരം നടത്തിയ അയ്യങ്കാളിയുടെ നാടാണിത്. മിശ്രഭോജനം പ്രോത്സാഹിപ്പിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ നാടാണ്. ഐത്യത്തോടെ കടക്കുപുറത്തു എന്ന് പറഞ്ഞ ഒരുപാട് മഹാത്മാർ ജീവിച്ച നാടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മനുഷ്യവിരുദ്ധമായ പ്രസ്താവനകൾ താങ്കൾ ഇനിയും നടത്തിയാൽ അതിനെ ചോദ്യം ചെയ്യും, അതിനെതിരെ രോഷം പ്രകടിപ്പിക്കും എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ലാതെ പറഞ്ഞുകൊണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.